സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. വീണ്ടും വരുന്ന ആ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവരും ഈ സമയത്ത് അറിയിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ എല്ലാം സാധ്യമാണ്. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായാലും ഭാരവും പ്രയാസവും വന്നിടും, ഒരിടത്തും കുലുങ്ങിപ്പോകേണ്ടതില്ല. വചനം പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, യേശുവിൽ വിശ്വസിക്കുക. അപ്പം യേശു ക്രിസ്തുവിനോട് കൂടെ ഒരു ജയകരമായ ജീവിതം, ക്രിസ്ത്യ ജീവിതം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ച് അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പോയി നമുക്കായി നിൽക്കുന്നത് പോകും. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശു മരണം ഒരു പരാജയത്തിൻ്റെ മരണമല്ല, പകരം ജയത്തിൻ്റെതായിരുന്നു. കാര്യം മൂന്നാം നാൾ യേശു ആ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ, യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച വ്യക്തി ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് അവർക്ക് സഹായനായി കൂടെയിരുന്ന് ജീവിതത്തിലെ ഭാരകമായിട്ടുള്ള അവസ്ഥയിലും വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തുള്ള പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴും സാത്താന്യ ശക്തികൾ അവരെ ആക്രമിക്കാൻ വരും. അതിൻ്റെ മേലെല്ലാം ബുദ്ധിക്കതീതമായി, നമ്മുടെ ചിന്തയ്ക്കതീതമായി ഒരു ജയം നമ്മളിലുണ്ട്. അത് യേശു ക്രിസ്തു മുഖാന്തരമാണ്. യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൽ 57-ാമത്തെ വചനം ഇങ്ങനെ പറയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് ജയം തരുന്നത് ആര് മുഖാന്തരമാണ്? യേശു ക്രിസ്തു മുഖാന്തരമാണ്. യേശു അതെങ്ങനെയാണ് നമുക്ക് നേടിത്തന്നത്? തൻ്റെ ക്രൂശ് മരണത്തിലൂടെ, രക്തം ചൊരിയതിലൂടെ, പിശാചിനെ തൻ്റെ അധികാരം കീഴ്വെപ്പിച്ചതിലൂടെ നമുക്ക് ജയം തരികയാണ്. ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ, അവർ ഒരു സഭ മാറുകയോ ഒരു മതം മാറുകയോ, ഇതൊരു മതത്തിൻ്റെ വിശ്വാസമല്ല, പകരം യേശു ക്രിസ്തു സർവ്വ മാനവരാശിക്കും വേണ്ടി വന്ന ഒരു രക്ഷകനാണ്. ആ കർത്താവായ യേശുവിൽ, അതാ അപ്പോസ്തലന്മാർ വിളിച്ച് പറഞ്ഞ, യേശു ക്രിസ്തുവിൽ നീ ഇനി വിശ്വസിച്ചാൽ നീ മാത്രമല്ല നിൻ്റെ കുടുംബവും കൂടെ രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവിൽ ശാപമില്ല, അനുഗ്രഹം മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു രോഗം തരുന്നില്ല, സൗഖ്യമാക്കുന്നേ ഉള്ളൂ. യേശു ക്രിസ്തു നമ്മെ ഭാരത്തിൽ കൊണ്ടുപോകുന്നില്ല. പിശാച് നമ്മെ ഭാരത്തിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ മാറ്റാനാണ് കർത്താവ് നിങ്ങളുടെ ഭാരമല്ലേ എൻ്റെ മേൽ ഇട്ടോളാനാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഇവിടെ പറയാണ് യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗം നാം പഠിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയാണ്,
മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ, മരണത്തിൻ്റെ വിഷം പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. എന്നിട്ട് പറയുകയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് ജയം കിട്ടുകയാണ്. ഇത് ന്യായപ്രമാണത്തിൽ നിന്നും അതിൽ നിന്നല്ല യേശുക്രിസ്തു മുഖാന്തരം. ഒരു മനുഷ്യൻ പാപം ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധനായി ഈ ഭൂമിയിൽ ജീവിച്ച് ജയാളിയായി തീരാൻ ഒരിക്കലും കഴിയുകയില്ല. ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് തെറ്റിപ്പോകാം. എന്നാൽ യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായതിലൂടെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ എന്നേക്കുമായി പാപത്തിൽ മരിച്ചു പോകേണ്ട നമ്മളെ ആ മരണത്തിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരികയാണ് ദൈവം ചെയ്യുന്നത്. അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അതൊരു ജയകരമായൊരു അനുഭവമായി മാറും. അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വചനം ഇങ്ങനെ പറയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. എന്തുകൊണ്ടാണ് നമ്മളെ ജയത്തിലേക്ക് നയിക്കുന്നത്? യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. പിതാവ് നമ്മെ സ്നേഹിച്ച് നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മളെ ജയാളിയായി തീർക്കാൻ പുത്രനെ കാൽവരി ക്രൂശിൽ യാഗമായി തീർത്തു. കാൽവരി ക്രൂശ് മരണം ഒരിക്കലും ഒരു പരാജയമായിരുന്നില്ല. പകരം ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാനവരാശിക്ക് മുഴുവൻ ലോകത്തിനും ഒരു ജയം നൽകുന്ന പദ്ധതിയാണ്. ഇന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സാഹചര്യങ്ങളെ ഓർത്ത് ഭയന്ന് മാറി നിൽക്കേണ്ട വ്യക്തിയല്ല. നിങ്ങളിൽ യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് ജയമുണ്ട്. ആ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു ഇന്ന് നിങ്ങളിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെ പറയാണ്, നാമോ നമ്മെ സ്നേഹിച്ചുവൻ മുഖാന്തരം ഇതിനൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇവിടെ ഈ ഭാഗത്ത് പറയുന്നത് ക്രിസ്തു നിമിത്തം ഉള്ള കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ എന്നിട്ട് പറഞ്ഞിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, നിന്നെ നിമിത്തം അറുക്കാനുള്ള ആടുകളെ പോലെ കൊല്ലുന്നു, അങ്ങനെയുള്ള അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അപ്പോസ്തലൻ പറയുന്നത്. മുമ്പും അപ്പോസ്തലൻ പറയുന്നത്, ദൈവം തിരഞ്ഞെടുത്തവരെ ആരാണെങ്കിലും കുറ്റം വിധിക്കാൻ പോകുന്നത്? നീതീകരിക്കുന്ന ദൈവമാണല്ലോ, കുറ്റം വിധിക്കുന്ന ആരാണ്? എന്നിട്ട് പറയാണ്, യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് യേശുവാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. ആ യേശു ക്രിസ്തു മുഖാന്തരം എല്ലാത്തിനും ജയമുണ്ട്. മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഒന്നും അധികാരങ്ങൾക്കൊന്നും ഈ യേശു ക്രിസ്തുവുമായിട്ടുള്ള ദൈവസ്നേഹത്തിന് വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് അപ്പോസ്തലൻ പറയും. 1 യോഹന്നാൻ 5:4 ഇപ്രകാരം പറയുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. എങ്ങനെയാണ്? വിശ്വാസം മൂലം നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിനെ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ആ കാൽവറിയിൽ മരിച്ചത്, അടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജയം സംഭവിക്കാൻ പോവുകയാണ്, ഒരു ഉയർച്ച സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പരാജയങ്ങൾ ഈ ദിനങ്ങളിൽ മാറിപ്പോകാൻ പോവുകയാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ വിളിച്ചു പറയണം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ വിളിച്ചു പറയണം, സ്നേഹിച്ച യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ഇതിനെല്ലാം ജയം പ്രാപിക്കാൻ പോവാം. നിങ്ങളുടെ മുമ്പിൽ പരാജയത്തിൻ്റെ വലിയ കൂട്ടമായിട്ടുള്ള വിഷയങ്ങൾ വന്നാലും നിങ്ങൾ ധൈര്യത്തോടെ വിളിച്ചു പറയണം, പൂർണ്ണ ജയം ഇതിന്മേൽ എനിക്കുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം, യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം ദൈവം വെച്ചിരിക്കുക. ഇവിടെ പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചത്. ദൈവത്തിൽ നിന്ന് ജനിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്ന് കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവമക്കളായി തീരുകയാണ്. നിങ്ങൾ ലോകത്തെ ജയിച്ചവരായി മാറുകയാണ്. അത് വിശ്വാസത്താലാണ്. ആ വിശ്വാസം, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം. എന്താ വിശ്വാസം? യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നത്. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് ഈ ജയം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളായി തീർന്ന് എല്ലായിടത്തും നാം സ്നേഹിച്ച യേശു ക്രിസ്തു മുഖാന്തരം എല്ലാത്തിൻ്റെ മേലും ജയാളികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും പരാജയ ബോധത്തിൽ, ഭാരത്തിൽ, ഇനിയും ജീവിച്ചിരിക്കേണ്ട എന്നുള്ള വലിയ ചിന്തയോടുകൂടെ ഭയത്തോടെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ കർത്താവിന് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരമുള്ള വലിയ ജയം ഇവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ.
ഹൃദയ ഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ള